ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. അതായത് ബ്രോഡ്ബാൻഡ് രംഗത്ത്, വൈഫൈ കണക്ടിവിറ്റി രംഗത്ത് ഫേസ് ചെയ്യുന്ന ഒരു പ്രധാന വിഷയങ്ങളിൽ ഒന്നാണ്. അതായത് ഇപ്പോൾ നമുക്കറിയാം എല്ലാവരുടെയും വീട്ടിലും ബ്രോഡ്ബാൻഡ് കണക്ടിവിറ്റി ഉണ്ട്, വൈഫൈ കണക്ടിവിറ്റി ഒട്ടുമിക്ക എല്ലാവരുടെ വീട്ടിലുണ്ട്. അപ്പോൾ അവിടെ ഇരിക്കുന്ന മോഡം അല്ലെങ്കിൽ ONU ഒരു ഡ്യുവൽ ബാൻഡ് ONU ആണ്. കാരണം നമുക്കറിയാം ഓൾറെഡി നമ്മുടെ വീട്ടിൽ ഇരിക്കുന്ന ഒരു സിംഗിൾ ബാൻഡ് ONU ആണെങ്കിൽ നമ്മളെ വിളിച്ച് അതിൻ്റെ ഒരു ഡ്യുവൽ ബാൻഡിലോട്ട് അപ്ഗ്രേഡ് ചെയ്യണം എന്ന് പറഞ്ഞ് ഓൾറെഡി തന്നെ ISP സർവീസ് പ്രൊവൈഡർമാർ ഇപ്പോൾ ഒരു 90% കസ്റ്റമേഴ്സിനും ഇപ്പോൾ ഒരു ഡ്യുവൽ ബാൻഡ് ആക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഡ്യുവൽ ബാൻഡ് ആക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സിംഗിൾ ബാൻഡിൽ നമുക്കറിയാം ഒരു 2.4 എന്ന് പറഞ്ഞ ഒരു ബാൻഡ് വിത്ത് മാത്രമേ ഉണ്ടാവുകയുള്ളൂ. പക്ഷേ ഡ്യുവൽ ബാൻഡിലോട്ട് വരുമ്പോഴേക്കും നമുക്ക് ആ ഒരു 5G ഹെർട്സ് എന്ന് പറഞ്ഞ 5G ഹെർട്സിൻ്റെ ബാൻഡ് വിത്തിലുള്ള വൈഫൈ കൂടി കിട്ടും. അപ്പോഴത്തേക്ക് നമുക്ക് എന്ത് സംഭവിക്കും, നമുക്ക് ആ ഒരു സ്പീഡ്, അതായത് ഇപ്പോൾ നമ്മൾ എടുക്കുന്നത് പണ്ടത്തെ പോലെ ഒരു 10 MBPS 20 MBPS സ്പീഡല്ല, നമ്മൾ 100 150 1 Gbps വരെയുള്ള സ്പീഡുകളാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ ആ ഒരു സ്പീഡ് നമുക്ക് നമ്മുടെ മൊബൈലിൽ ഉപയോഗിക്കുമ്പോഴോ അല്ലെങ്കിൽ വൈഫൈ ത്രൂ ഉപയോഗിക്കുമ്പോൾ നമുക്ക് ആ ഒരു സ്പീഡ് നമുക്ക് കിട്ടാറില്ല. അതിന് ലാൻഡ് കേബിൾ വെച്ച് തന്നെ നമുക്ക് ചെയ്യേണ്ടി വരും, ലാൻഡ് കണക്ഷൻ എടുക്കേണ്ടി വരും ഒരു നോർമൽ ഒരു സിംഗിൾ ബാൻഡ് റൗട്ടറിലാണെങ്കിൽ. പക്ഷേ ഡ്യുവൽ ബാൻഡിലോട്ട് വരുമ്പോൾ നമുക്കത് ആ ഒരു സ്പീഡ് വർദ്ധിക്കും. അതായത് ഒരു 1 Gbps കിട്ടുന്ന കണക്ഷൻ എടുത്തേക്കുകയാണെങ്കിൽ നമുക്ക് ആ 1 Gbps വൈഫൈയിൽ കിട്ടുന്നല്ല, എന്നാലും നമുക്കൊരു 400 500 വരെയൊക്കെ സ്പീഡ് നമുക്ക് വൈഫൈയിൽ കയറും, MBPS സ്പീഡ് നമുക്ക് വൈഫൈയിൽ കയറും. പക്ഷേ ആഹ് ഇപ്പോഴത്തെ ഒരു പ്രശ്നം അല്ലെങ്കിൽ എല്ലാവർക്കും ഉള്ളൊരു ഇഷ്യൂ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഡ്യുവൽ ബാൻഡ് വാങ്ങുമ്പോൾ അല്ലെങ്കിൽ ഡ്യുവൽ ബാൻഡ് നമ്മുടെ വീട്ടിലോട്ട് വയ്ക്കും. അപ്പോൾ ഈ സിംഗിൾ ബാൻഡിൽ നിന്ന് ഡ്യുവൽ ബാൻഡിലോട്ട് നമ്മൾ കൺവേർട്ട് ചെയ്യുമ്പോൾ നോർമലി ഒരു സാധാരണ ഒരു കസ്റ്റമർക്ക് വരുന്ന ഒരു ഡൗട്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു ധാരണ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റേഞ്ച് കൂടും. ഇപ്പോൾ കിട്ടുന്നേക്കാളും ഡബിൾ റേഞ്ച് കിട്ടും. കാരണം വെച്ചാൽ നോർമലി ആ ഒരു 4 ആൻറ്റിനയൊക്കെയാണ് ഡ്യുവൽ ബാൻഡിൽ വരുന്നത്. സിംഗിൾ ബാൻഡ് നോർമലി 2 ആൻറ്റിനയാണ് കാണുന്നത്. അപ്പോൾ അതൊക്കെ കൊണ്ട് തന്നെ ഭയങ്കരമായിട്ട് റേഞ്ച് കൂടുമെന്ന് വിചാരിക്കും. പക്ഷേ റേഞ്ച് അല്ല അവിടെ കൂടുന്നത്, ആക്ച്വലി 2 ബാൻഡ് വിത്ത് വരും. അതായത് 2.4 എന്ന് പറഞ്ഞ് നമ്മൾ നോർമലി എക്സിസ്റ്റിംഗ് ഉപയോഗിച്ചിരുന്ന ഒരു വൈഫൈ ബാൻഡ് വിത്ത് ഉണ്ടാവും. അതിന് പുറമെ ഒരു 5G ഹെർട്സ് എന്ന് പറഞ്ഞ് സെപ്പറേറ്റ് വൈഫൈ ബാൻഡ് വിത്ത് ഉണ്ടാവും. കാര്യം ശരിയാണ്, 5G ഹെർട്സ് വൈഫൈക്ക് വളരെയധികം സ്പീഡ് ലഭിക്കും. നല്ല നമുക്ക് നോർമലി കിട്ടുന്നതിനേക്കാളും നല്ല അടിപൊളിയായിട്ട് തന്നെ സ്പീഡ് കൂടുതൽ ലഭിക്കും. പക്ഷേ അവിടെ ഒരു ചെറിയൊരു പ്രശ്നമുണ്ട്. അതായത് ഈ ഒരു 5G ഹെർട്സ് വൈഫൈക്ക് ആ ഒരു റേഞ്ച് കുറവായിരിക്കും. നമുക്ക് എത്രത്തോളം എന്താണ് ആ സ്പീഡ് കൂടുതൽ കിട്ടുന്ന അനുസരിച്ച് നമുക്ക് ആ ഒരു റേഞ്ച് കിട്ടില്ല. നിസ്സാരം ഇപ്പോൾ നമ്മൾ ഹോളിലൊക്കെയാണ് വെച്ചേക്കണമെങ്കിൽ മേ ബി ആ റൂമിലോട്ട് പോലും ആ ഒരു 5G ഹെർട്സ് റേഞ്ച് കിട്ടില്ല. ശരിയാണ്, നമുക്ക് ആ സമയത്ത് നമ്മൾ 2.4 കണക്ട് ചെയ്ത് ഉപയോഗിക്കാം. പക്ഷേ ഒരു ഹൈ സ്പീഡ് ഒരു 5G ഈ പറഞ്ഞ എല്ലായിടത്തും കിട്ടില്ല. അപ്പോൾ അതിന് പരിഹാരമായിട്ടാണ് നമ്മൾ എക്സ്റ്റൻഡേഴ്സ് വെക്കുന്നത്, അല്ലെങ്കിൽ നമുക്കൊരു റൗട്ടേഴ്സ് വെക്കുന്നത്. അപ്പോൾ ഇതെല്ലാം അല്ലെങ്കിൽ മെഷ് പോലത്തുള്ള സിസ്റ്റങ്ങളൊക്കെ വയ്ക്കുന്നത്. അപ്പോൾ ഇതിലെല്ലാം ഒരു പ്രശ്നം എന്ന് വെച്ചാൽ എല്ലാം ലാൻ കേബിൾ വലിച്ച് ചെയ്താലാണ് ഈ ഒരു സ്പീഡ് 5G സ്പീഡ് നമുക്ക് കിട്ടുള്ളൂ എന്നുള്ളത് തെറ്റാണ്. കാരണം നമുക്ക് ആ ഒരു റൗട്ടേഴ്സ് വെച്ചോ അല്ലെങ്കിൽ ആ ഒരു സിംഗിൾ ബാൻഡിൻ്റെ ONU നിന്ന്, അതായത് നിങ്ങളത് ഡ്യുവൽ ബാൻഡിലോട്ട് മാറ്റിയിട്ടില്ല, നിങ്ങളുടെ വീട്ടിലിരിക്കുന്നത് സിംഗിൾ ബാൻഡ് ONU ആണെങ്കിൽ പോലും നിങ്ങളുടെ പ്ലാൻ കൂടിയതാണെങ്കിൽ നമുക്ക് ഡ്യുവൽ ബാൻഡ് ONU വെച്ചിട്ട് നമുക്ക് 5G ഹെർട്സ് സ്പീഡ് നമുക്ക് സാധ്യമാക്കാം. 5G ഹെർട്സ് സാധ്യമാക്കാന്ന് പറഞ്ഞാൽ 1 Gbps സ്പീഡ് സാധ്യമാക്കാന്നല്ല, എന്നാലും നമുക്കൊരു ഒരു 150 200 MBPS വരെയൊക്കെ നമുക്ക് ആ ഒരു വയർലെസ് ആയിട്ട് തന്നെ ഡ്യുവൽ ബാൻഡ് വെച്ചാൽ, ഈവൻ ദോ നമ്മുടെ സിംഗിൾ ബാൻഡ് ചേഞ്ച് ചെയ്തിട്ടില്ല, ഇപ്പോഴും നമ്മൾ സിംഗിൾ ബാൻഡിലാണെങ്കിൽ പോലും നമുക്ക് അവിടെ നിന്ന് ഈ ഡ്യുവൽ ബാൻഡ് വെച്ച് നമുക്ക് ഡ്യുവൽ ബാൻഡ് സ്പീഡ് ഇൻക്രീസ് ചെയ്തെടുക്കാം. നമ്മുടെ പ്ലാൻ അതിന് കോമ്പാറ്റബിൾ ആയിട്ടുള്ള പ്ലാൻ ഉണ്ടായാൽ മാത്രം മതി. ഇത് പലർക്കും അറിയില്ല. അതായത് സിംഗിൾ ബാൻഡ് ആണെങ്കിൽ സിംഗിൾ ബാൻഡ് തന്നെ എക്സ്റ്റൻഡർ വെക്കാൻ പാടുള്ളൂ, അല്ലെങ്കിൽ ഡ്യുവൽ ബാൻഡ് ആണെങ്കിൽ ഡ്യുവൽ ബാൻഡ് തന്നെ എക്സ്റ്റൻഡർ വെക്കാൻ പാടുള്ളൂ. അങ്ങനെയൊന്നുമില്ല. എക്സ്റ്റൻഡേഴ്സ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, എക്സ്റ്റൻഡറുകൾ മാത്രമല്ല റൗട്ടേഴ്സ് വയ്ക്കാം, മെഷ് വയ്ക്കാം, അങ്ങനെ പല തരത്തിൽ നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്തെടുക്കാം. അപ്പോൾ വയർലെസ് ആയി എക്സ്റ്റെൻഡ് ചെയ്താൽ പോലും, അതായത് ഇപ്പോൾ മെഷ് ഒക്കെയാണ് ഉപയോഗിക്കണമെങ്കിൽ പോലും നമുക്ക് ഈ 5Gനെ നമുക്ക് ആ ഒരു ഏരിയയിൽ കൂട്ടിയെടുക്കാൻ പറ്റും. അതായത് ആ 5Gയുടെ ഏരിയ കൂടുതൽ ഡിവൈസുകൾ ആഡ് ചെയ്യുന്നതോടുകൂടി അതിൻ്റെ ആ ഒരു 5Gയുടെ കവറേജ് കൂടും. അപ്പോൾ അതുപോലെ തന്നെ വൈഫൈ എക്സ്റ്റൻഡേഴ്സ് ഉപയോഗിച്ചും വൈഫൈയുടെ റൗട്ടേഴ്സ് ഉപയോഗിച്ചും വയർലെസ് ആയിട്ട് പ്രവർത്തിക്കുന്ന റൗട്ടേഴ്സ് ഉണ്ട്. നോർമലി ആരും ശ്രദ്ധിക്കാറില്ല. കൂടുതൽ ആൾക്കാരും നമുക്കറിയാം ആ ഒരു നെറ്റ് മാറ്റ് പോലത്തെ ഒരു എക്സ്റ്റൻഡേഴ്സ് ആണ് നോർമലി ഉപയോഗിക്കുന്നത്. പക്ഷേ അങ്ങനത്തെ എക്സ്റ്റൻഡേഴ്സ് മാത്രമല്ല, റൗട്ടേഴ്സ് വെച്ചും നമുക്ക് വയർലെസ് ആയിട്ട് ഇത് വളരെ ഭംഗിയായിട്ട് തന്നെ നമുക്ക് ആ ഒരു കണക്ടിവിറ്റി 5Gനെ എൻഹാൻസ് ചെയ്തെടുക്കാൻ പറ്റും. അതായത് ഇപ്പോൾ നമുക്ക് റൂമിൽ കിട്ടുന്നില്ലെങ്കിൽ ആ റൂമിൽ ആ ഒരു റൗട്ടർ വെക്കുകയാണെങ്കിൽ ആ റൂമിൽ നമുക്ക് ആ ഒരു 5G സ്പീഡ് വയർലെസ് ആയിട്ട് തന്നെ ഉപയോഗിക്കാൻ പറ്റും. കാരണം വയേർഡ് പലപ്പോഴും പോസിബിൾ ആകാറില്ല. നമ്മൾ ഓൾറെഡി ഫർണിഷ്ഡ് ആയിട്ടുള്ള വീടായിരിക്കും. അതിൽ കൂടെ നമുക്ക് ഇനി ഒരു കുത്തിപ്പൊളിച്ച് ഒരു വയർ വലിക്കുക അല്ലെങ്കിൽ പൈപ്പ് അടിക്കുക എന്നൊക്കെ പറഞ്ഞ ഒരു അഭംഗിയാണ്. നോർമലി ആൾക്കാർ അത് ചെയ്യില്ല. അപ്പോൾ ഈ ഒരു വയർലെസ് ആയിട്ട് തന്നെ നമുക്ക് ഈ പറഞ്ഞ സ്ഥലങ്ങളിലൊക്കെ ആ ഒരു 5G കണക്ടിവിറ്റി ഉണ്ടാക്കിയെടുക്കാനായിട്ട്, അല്ലെങ്കിൽ 5G കണക്ടിവിറ്റി സാധ്യമാക്കാനായിട്ട് നമുക്ക് ഈ ഒരു ഡ്യുവൽ ബാൻഡ് റൗട്ടേഴ്സ് വെച്ചിട്ട് തന്നെ നമുക്കത് സാധിക്കും. അപ്പോൾ അതിൻ്റെ ഫുൾ കോൺഫിഗറേഷൻ വീഡിയോ നമ്മുടെ യൂട്യൂബ് ചാനലിൽ ചെയ്തിട്ടുണ്ട്. എല്ലാവരും കാണുക. കോൺഫിഗറേഷൻ താല്പര്യമുള്ളവരാണ്, അല്ലെങ്കിൽ ഈ നെറ്റ്വർക്കിംഗ് മേഖലയിലും CCTV മേഖലയിലൊക്കെ താല്പര്യമുള്ളവരാണ്, നെറ്റ്വർക്കിംഗ് കോഴ്സുകളൊക്കെ പഠിക്കാൻ താല്പര്യമുള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ യൂട്യൂബ് ചാനലിലെ മെമ്പേഴ്സ് ഓൺലി സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം അത് വെറും 29 രൂപയ്ക്കാണ് നമ്മൾ മാസം
ഒട്ടുമിക്ക ദിവസങ്ങളിലും നമ്മളൊരു വീഡിയോസ് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. ഓൾറെഡി വെറും 29 രൂപ, അതായത് നമ്മളൊരു പ്രൊഫഷണൽ രീതിയിൽ ഒരു ഇൻകം ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടില്ല, അത്യാവശ്യം ഒരു ഡൗട്ടുകൾ എല്ലാവർക്കും ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആ ഒരു കോഴ്സ് പോലെ അല്ലെങ്കിൽ ആ ഒരു പ്ലാറ്റ്ഫോം നമ്മൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് യൂട്യൂബിൽ. അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു ജോയിൻ ചെയ്യുക. ആ ഒരു 29 രൂപ കൊടുത്ത്, മാസം ഒരു 29 രൂപയുള്ളൂ, അത് കൊടുത്ത് ജോയിൻ ചെയ്യുക. നിങ്ങൾക്ക് ഇത്തരം കോൺഫിഗറേഷൻ വീഡിയോസൊക്കെ ഇഷ്ടമുള്ള ആളാണ്, അല്ലെങ്കിൽ എല്ലാ റൗട്ടേഴ്സിൻ്റെ, മെഷിൻ്റെ, ആക്സസ് പോയിൻറ്റ്സിൻ്റെ, ലോഡ് ബാലൻസറിൻ്റെ തുടങ്ങിയുള്ള എല്ലാ ഡിവൈസുകളുടെ കോൺഫിഗറേഷൻ വീഡിയോസൊക്കെ നമ്മൾ അതിനകത്ത് ചെയ്യുന്നതായിരിക്കും. അതിന് പുറമെ IT റിലേറ്റഡ് ആയിട്ടുള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഓൾറെഡി തന്നെ 10-20 അധികം വീഡിയോസ് അത് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണുക. അതിനകത്ത് നമ്മൾ ഇതിൻ്റെയും ആ ഒരു ട്യൂട്ടോറിയൽ വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദ വീഡിയോ. ഇതുപോലെയുള്ള നെറ്റ്വർക്കിംഗ് CCTV റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച്. ബൈ.